വിദ്യാബാലൻ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഇടയ്ക്ക് വലിയ ആഘോഷമാക്കിയതാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. എന്താണ് ശരിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്? ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് കൂടുതലും നമ്മളിപ്പം ബാലൻസ്ഡ് ഡയറ്റിൽ എല്ലാം വരുന്നില്ല, പക്ഷെ കൂടുതലായിട്ട് അതിൽ പറയുന്നത് ഇപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് പറയുന്നുണ്ട്. അതുപോലെ ഗാർലിക്, ഒണിയൻ, അങ്ങനെയുള്ള കുറച്ചും കൂടെ എന്താണ് സ്പൈസസ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറയും. ഏത് സാധനവും അധികമായാമൃതം വിഷം എന്നുള്ള പോലെ നമ്മൾ ഇങ്ങനത്തെ ഡയറ്റിലൊക്കെ നമുക്ക് വേണ്ടുന്ന എല്ലാം തന്നെ കിട്ടത്തില്ല. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിലാണെങ്കിൽ ഈ ഫുഡ് പ്ലേറ്റ് പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന അളവിലും ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് നമുക്കെല്ലാം കിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും അബ്സോർപ്ഷൻ ആകത്തുള്ളൂ. ഇപ്പോൾ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസിന് ഫാറ്റ്സ് വേണം ബോഡിയിൽ. വൈറ്റമിൻ എ, ഡി, ഇ, കെ പോലുള്ളതിൽ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ്, അപ്പോൾ അത് അബ്സോർപ്ഷന് ഫാറ്റ്സ് ആവശ്യമാണ്. അതുപോലെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ വരുള്ളൂ. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ശരിക്കും ഒരു ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഒത്തിരി അൺഹെൽത്തി മറ്റ് ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയുള്ളതും ഷുഗറി ഐറ്റംസൊക്കെ ഒഴിവാക്കാൻ പറയും. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും ഇൻക്ലൂഡ് കൂടുതലായിട്ട് ചെയ്യുമ്പം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറഞ്ഞു കിട്ടും. അപ്പം അത് ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ നമ്മളൊന്നും ഒരു ലോങ് പീരീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ.